പ്രിയപ്പെട്ടവരെ, നമ്മൾ മനസ്സിലാക്കേണ്ട സത്യം ഇതാണ്. ആ കാലഘട്ടങ്ങൾ മുല്ലപ്പെരിയാർ പൊട്ടിയാൽ ഈ മാടവന ഇടവക ഒരിക്കലും നശിച്ചു പോകാതെ കർത്താവ് സംരക്ഷിക്കും. നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. നിങ്ങൾ അത് ഗ്രഹിച്ച് മനസ്സിലാക്കി നിങ്ങൾ മുന്നോട്ട് പോകണം പ്രിയപ്പെട്ടവരെ. അതുകൊണ്ടാണ് കർത്താവ് അത്ഭുതം പ്രവർത്തിക്കുന്നത്. ആ ഇടവകയെ കർത്താവ് തിരഞ്ഞെടുക്കുകയാണ്. ഒരു മുല്ലപ്പെരിയാർ സ്ഫോടനം നടന്നാൽ ആ ഇടവക നശിച്ചു പോകില്ല. ആ ഇടവക സംരക്ഷിക്കുകയും അവിടെ വരുന്ന 10,000-ങ്ങളെ കർത്താവ് സംരക്ഷിക്കുകയും ചെയ്യും. അവിടെ ഒരു കർത്താവിൻ്റെ സംരക്ഷണ കോട്ടയായിട്ട് മാറ്റും, അഭയസങ്കേതമായിട്ട് മാറ്റും. പ്രിയപ്പെട്ടവരെ, അതിനുവേണ്ടി തിരഞ്ഞെടുക്കുന്ന സ്ഥലങ്ങളാണിത്. കാരണം കർത്താവ് കേരളത്തിൽ വിവിധ സ്ഥലങ്ങളിൽ ഇതുപോലെ തിരഞ്ഞെടുക്കുന്ന അഭയസങ്കേതങ്ങളുണ്ട്. കാരണം ലോകം യുഗാന്ത്യത്തിലാണ്. യുദ്ധം വക്കിൽ നമ്മുടെ കൺമുമ്പിലാണ് യുദ്ധമുള്ളത്, ആഗോള യുദ്ധം. അവിടെ ഏത് നിമിഷവും യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടാൽ സംഭവിക്കുന്ന ഭയാനകത എന്താണെന്ന് നമുക്ക് ചിന്തിക്കാൻ ബോധമില്ലാത്തതുകൊണ്ടാണ്. കാരണം ലോകം ആഗോള യുദ്ധത്തിലേക്ക് പ്രവേശിച്ചാൽ ലോകം മുഴുവനുള്ള എല്ലാ സ്ഥലങ്ങളിലും ആഭ്യന്തര കലാപം ഉണ്ടാവും. ആഭ്യന്തര കലാപം ഉണ്ടായിക്കഴിഞ്ഞാൽ എന്തു സംഭവിക്കും? ഈ ദുഷ്ടശക്തിയിലുള്ള ടീമുകൾ ഉണ്ടാവും. ദുഷ്ടശക്തിയിലുള്ള പൈശാചികശക്തിയിലുള്ള ടീമുകൾ അതൊരു ടീമായിട്ടുന്നുണ്ട് നമ്മുടെ ഭവനങ്ങളിൽ കയറി വരികയും നമ്മുടെ പെൺകുഞ്ഞുങ്ങളെ പിടിച്ചുകൊണ്ടുപോവുകയും അവരെ കൊണ്ടുപോയി അവർ 100 പേര് ഉപയോഗിക്കുകയും ചെയ്യുന്ന അവസ്ഥയിലേക്ക് വരുന്ന ഭയാനകമായ സംഭവം. അത് ബൈബിളിൽ എഴുതപ്പെട്ട വചനമുണ്ട് അതേ രീതിയിൽ തന്നെ, പ്രിയ സഹോദരങ്ങളെ. അപ്പോൾ അതിൻ്റെ മുന്നൊരുക്കത്തിന് കർത്താവ് പറയുകയാണ്, നിങ്ങൾ ഈ ഇടവകയെ ഒരു അഭയസങ്കേതമാക്കി വളർത്തിക്കൊണ്ടുവരണം. അതിന് ഞാനിവിടെ അത്ഭുതങ്ങൾ പ്രവർത്തിക്കാം. നിങ്ങൾ വിശുദ്ധീകരണ പ്രക്രിയയിലേക്ക് വരണം. നിങ്ങൾ ഇപ്പോൾ പോകുന്നത് പോലെ പോകരുത്. അതിന് ഒത്തിരി സമയമുണ്ടാകും. പരിശുദ്ധാത്മാവിൻ്റെ ഏറ്റവും വലിയ അടയാള ശക്തിയാണ് പരിശുദ്ധ കുർബാനയുടെ നിഗൂഢ രഹസ്യങ്ങൾ. അത് വ്യാഖ്യാനിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ വിശുദ്ധിയിലേക്ക് വരിക എന്നുള്ളതാണ്, പരിശുദ്ധി കൊണ്ട് നിറയുക എന്നുള്ളതാണ്. കുംഭസാരത്തിൻ്റെ ഇപ്പോഴത്തെ ശൈലികൾ മാറ്റണം. അതിന് പ്രത്യേക ക്ലാസ്സുകൾ നമുക്ക് വേണം. അതിന് കുംഭസാരത്തിൻ്റെ ക്ലാസ്സിലെടുക്കാൻ ഇന്നത്തെ കുംഭസാരത്തെക്കുറിച്ചുള്ള ക്ലാസ്സുകളല്ല, പുതിയ രീതിയിലുള്ള കുംഭസാര ക്ലാസ്സുകൾ നിങ്ങൾക്ക് ലഭിക്കേണ്ടതായിട്ടുണ്ട്. അതിന് ജ്ഞാനവും ബുദ്ധിയും ബോധമുള്ളവരെ വിളിച്ചുകൊണ്ടിട്ട് നല്ല കുംഭസാര ക്ലാസ് കൊടുക്കണം. ആ ആധുനിക ലോകത്തെ ഇന്നത്തെ ക്രിസ്ത്യാനികളുടെ വസ്ത്രധാരണത്തിൻ്റെ അശുദ്ധി ഞാൻ മുൻ ക്ലാസ്സുകളിൽ ഇട്ടിട്ടുണ്ട്, മരണവും നിദ്രയും എന്നതിനെ കുറിച്ച്. പ്രിയപ്പെട്ടവർ, നിങ്ങൾ അത് നോക്കി മനസ്സിലാക്കണം. ഈ അശുദ്ധി കണ്ട് കർത്താവിൻ്റെ ഹൃദയം പൊട്ടുകയാണ്, മാതാവിൻ്റെ ഹൃദയം ചങ്കു പൊട്ടുകയാണ്. ആ പൊട്ടുന്ന ഹൃദയ വേദനയാണ് മാതാവ് കാണിച്ചു തരുന്നത്. അതിനെല്ലാവരും വന്ന് കണ്ടിങ്ങനെ ഒന്ന് ആനന്ദിച്ചങ്ങ് പോവുകയാണ്. അവിടെ എന്തൊക്കെയോ നടന്നു, കുറച്ച് രക്തത വന്നോ, കുറച്ച് ചോരയാന്നോ, കുറച്ച് ഇറച്ചിക്കഷ്ണമാണെന്നോ ഒക്കെ പറഞ്ഞ് ചിന്തിച്ചു പോവുക. ഇത് വ്യാഖ്യാനിച്ചു കൊടുക്കാൻ സഭയ്ക്ക് കഴിയുന്നുണ്ടോ? സഭ ഒരിക്കലും ഇത് വ്യാഖ്യാനിക്കില്ല. തേൻ എന്ന് പറഞ്ഞാൽ കൂദാശ എന്നാണ് സഭയുടെ അർത്ഥം. തേൻ എന്ന് പറഞ്ഞാൽ പഴയ നിയമ ഗ്രന്ഥങ്ങളിൽ അതിൻ്റെ കൂദാശകൾ, അതായത് ആരാധനയുടെ പ്രവൃത്തി രൂപമാണ്. അതിന് സഭാതലത്തിലെ അർത്ഥമാണ് കൂദാശ എന്ന് പറയുന്നത്. അപ്പോൾ തേനിന് എസെക്കിയാവിന്റെ പുസ്തകം 20-ാം അധ്യായം 15-ാം തിരുവചനത്തിൽ പറയുമ്പോൾ അത് എഴുതി വെച്ചിരിക്കുന്ന ആ വചനം നിങ്ങളെടുത്ത് വായിച്ചു നോക്കണം. അതുപോലെ സഹോദരങ്ങളെ, എസെക്കിയേൽ 16-ാം അധ്യായത്തിൽ നേർത്ത മാവ് എന്ന് പറയുന്നുണ്ട്. നേർത്ത മാവ് എസെക്കിയേൽ 16-ാം അധ്യായത്തിൽ അത് വ്യക്തമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. നമ്മളത് വായിച്ച് മനസ്സിലാക്കുമ്പോഴാണ് വചനത്തിൽ കൂടെ തന്നെ പോയി നമ്മൾ ഇതിൻ്റെ നിഗൂഢരഹസ്യങ്ങളെ കണ്ടെത്തണം പ്രിയപ്പെട്ടവരെ. അല്ലാതെ നമുക്കിതിൻ്റെ വ്യാഖ്യാനമോ അർത്ഥമോ നമുക്ക് മനസ്സിലാവുകയില്ല. എസെക്കിയേൽ 16-ാം അധ്യായത്തിൽ 16-ാം അധ്യായത്തിന് 13-ാം തിരുവചനം അവിടുന്ന് ഇങ്ങനെ പറയുന്നു, സ്വർണവും വെള്ളിയും കൊണ്ട് നീ അലങ്കൃതിയായി, നേർത്ത മാവും പട്ടും ചിത്രത്തുന്നതിനുള്ള വസ്ത്രവുമായിരുന്നു നിന്റെ വേഷം, നേർത്ത മാവും തേനും എണ്ണയുമായിരുന്നു നിന്റെ ആഹാരം, നീ അതീവ സുന്ദരിയായി വളർന്ന രാജിക പ്രൗഢി ആർജിച്ചു, സൗന്ദര്യം കൊണ്ട് നീ ജനതകളുടെ ഇടയിൽ പ്രശസ്തമായി, എന്നാൽ ഞാൻ നൽകിയ കാന്തി അതിന് പരിപൂർണത നൽകി. ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു. കർത്താവ് ഈ ആരാധന, നേർത്ത മാവെന്ന് പറയുന്നതാണ് തിരുവോസ്തി, തേനെന്ന് പറയുന്നതാണ് കൂദാശകൾ, എണ്ണയെന്ന് പറയുന്നതാണ് പരിശുദ്ധാത്മാവ്. ഇത് വ്യാഖ്യാനിക്കാൻ ആരെങ്കിലും പറ്റുന്നുണ്ടോ? ആരെങ്കിലും പറഞ്ഞു നിങ്ങൾ ഒരുക്കുന്നുണ്ടോ? അവിടെ അത് കാണുന്നു ഇത് കാണുന്നു പറയാൻ എളുപ്പമുണ്ട് പ്രിയപ്പെട്ടവരെ. ഒരുക്കാൻ വേണ്ടിയിട്ടാണ്. തിരുവോസ്തി അവഹേളിക്കുന്ന, തിരുവോസ്തി നിന്ദിക്കുന്ന, കുർബാനയെ അവഹേളിച്ച് കൊച്ചാക്കി തകർത്ത് തരിപ്പണമാക്കി സഭയെ ഛിന്ന ഭിന്നമാക്കുന്ന കേരള സഭയെ കർത്താവ് ഹൃദയം പൊട്ടി മരിക്കുന്ന ഭാഗമാണ് പ്രിയപ്പെട്ടവരെ ആ കുഞ്ഞിനോട് കാണിക്കുന്നത്. കർത്താവിൻ്റെ ഹൃദയം പൊട്ടുന്നതാണ്, ഹൃദയത്തിൻ്റെ നിഗൂഢ വേദനകൾ പുറത്തിയാടുന്നതാണ് ആ തിരുവോസ്തിയിലെ കർത്താവ് ചങ്കുപൊട്ടി മരിക്കുന്ന ഭാഗമൊക്കെ കാണിക്കുന്നത്. മരിക്കുകയല്ല എന്ന് പറഞ്ഞാൽ പ്രിയപ്പെട്ട കർത്താവ് മരിക്കുന്നില്ലല്ലോ. കർത്താവിൻ്റെ ഹൃദയത്തിൻ്റെ വേദന രക്തരൂപത്തിൽ പുറത്തു വന്നതാണ് നിങ്ങൾ കണ്ട അടയാളം. അപ്പോൾ തേനെന്ന് പറയുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? നമുക്കറിയാം, കണ്ണൂർ ജില്ലയിലെ ഒരു മലയോര മേഖലമായ വാണിയപ്പാറ ഒരാളുടെ വീട്ടിൽ തേൻ ഉൽപ്പാദിപ്പിച്ചു. മാതാവിൻ്റെ രൂപത്തിൽ തേൻ ഒഴുകി വന്നു. ഞാൻ പോയി നേരിട്ട് കണ്ടതാണ്. തേനിങ്ങനെ ഒഴുകി വന്നുകൊണ്ടിരിക്കുകയാണ്. എന്താണ്? അപ്പോൾ ആ സഹോദരൻ ഞാൻ പറഞ്ഞു, പ്രിയപ്പെട്ട സഹോദര, ഈ തേനിൻ്റെ അർത്ഥം എന്താണെന്ന് എനിക്ക് അറിയത്തില്ല കേട്ടാ. തേൻ എന്തിനാ തരുന്നത് അറിയത്തില്ല. ഞാൻ തേൻ കൂദാശയാണ്. സഭ കൂദാശയിൽ ആഴപ്പെടണം. കൂദാശയിലാപ്പെടുന്ന കുംഭസാരം, കുർബാന, ധ്യാനം, ആരാധന,
അതിനകത്തൊക്കെ ആരാധന നടത്തുന്നുണ്ട്, ഇതെല്ലാം ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്. പക്ഷേ അതിനകത്ത് വിശ്വാസമില്ല, വിശുദ്ധിയില്ല, ജ്ഞാനമില്ല, വിവേകമില്ല. 5 കന്യകമാരുടെ വിശുദ്ധിയുടെ വിവേകത്തിലേക്ക് സഭ വളർന്നിട്ടില്ല, ഇടവ വളർന്നിട്ടില്ല. എല്ലാവരും കൊട്ടത്താമനങ്ങ് പോകുന്നതേ ഉള്ളൂ. അപ്പോൾ തേന് എന്താണ്? കൂദാശകളെ സൂചിപ്പിക്കുന്നു. മൊത്തമായിട്ട് ഉള്ള കൂദാശകളെ ദൈവിക പ്രവൃത്തി. എന്താണ് കൂദാശ എന്ന് പറഞ്ഞാൽ? എന്താണ്? അദൃശ്യനായ ദൈവത്തിൻ്റെ ദൃശ്യമായ പ്രവൃത്തി രൂപമാണ് കൂദാശകൾ. കൃപയെന്ന് പറഞ്ഞാൽ എന്താണ്? ദൈവത്തിൻ്റെ ആത്മീയ പ്രവൃത്തി ചെയ്യാനുള്ള കഴിവിനെയാണ് കൃപയെന്ന് പറയുന്നത്. അപ്പോൾ കൃപയും കൂദാശയും ഇത് രണ്ടും കൂടി ചേരുമ്പോഴാണ് തേനും പാല്. ഇനി പാല്, കൊരിന്ത്യർ ലേഖനത്തിൽ കർത്താവ് പറയുന്നുണ്ട്, നിങ്ങൾക്ക് പാലാണ് ആവശ്യം എന്ന് പറഞ്ഞാൽ കുഞ്ഞുങ്ങൾ മാതാവിൻ്റെ മുല കുടിക്കുമ്പോൾ കിട്ടുന്ന ആ പാല് പോലെ നൈർമല്യമുള്ള സ്നേഹം നമ്മളിലുണ്ടോ? ഇന്ന് കേരള സഭയിലേക്ക് നൈർമല്യ സ്നേഹമുണ്ടോ? പരിശുദ്ധമ്മയുടെ രൂപത്തിൽ നിന്ന് പാലൊഴുകി വരുന്നുണ്ട്. അമ്മ പറയാണ്, എൻ്റെ നിർമ്മല സ്നേഹം നിങ്ങൾ തമ്മിലായിരിക്കുവിൻ, നിങ്ങളുടെ കാപട്യം ഒഴിവാക്കുവിൻ, നിങ്ങൾക്ക് കട്ടിയുള്ള ആഹാരം നിങ്ങൾ കഴിക്കാൻ പഠിക്കുവിൻ എന്ന് പറഞ്ഞാൽ ഉപവാസവും തപസ്സും പ്രാശ്ചിത്വം ചെയ്തുകൊണ്ടുള്ള പരിഹാര ബലിയിലേക്ക്, പരിഹാര പ്രവൃത്തിയിലേക്ക് നിങ്ങൾ കടന്നു വരുവിൻ എന്നാണ് കർത്താവ് അർത്ഥമാക്കുന്നത് പ്രിയപ്പെട്ടവരെ. അപ്പോൾ തേന്, പാല് ഞാൻ പറഞ്ഞു, രക്തത്തെക്കുറിച്ച് പറഞ്ഞു. ഇപ്പം നടന്ന അത്ഭുതം അത് അഭയസങ്കേതമായിട്ട് കർത്താവ് മാറ്റാനാണ്. ആഗോള യുദ്ധത്തിൻ്റെ വക്കിലാണ്, മുല്ലപ്പെരിയാർ വെട്ടുന്നതിന് വക്കിലാണ് നമ്മളുള്ളത്. അതിനു മുമ്പുള്ള അടയാളമാണ്. നിങ്ങൾ ശ്രദ്ധിച്ചു കൊള്ളണമേ. ഇതാ 3 മാസം കൂടെ കഴിയുമ്പോൾ മുല്ലപ്പെരിയാർ പൊട്ടുമെന്ന് ആരോ ഒരു കൊച്ചു പ്രവചിച്ചിട്ടുണ്ട് കേരളത്തിൽ. അതുപോരാതെ 100 സംഘടനകൾ മുല്ലപ്പെരിയാർ പൊട്ടുമെന്ന് പ്രവചിച്ചിട്ടുണ്ട്. നോക്കിയിരിക്കുകയാണ് മുല്ലപ്പെരിയാർ പൊട്ടാൻ. ആ മുല്ലപ്പെരിയാർ പൊട്ടുമ്പോൾ മാടവന ഇടവക കർത്താവ് സംരക്ഷിക്കും. അവിടെ ഓടിക്കൂടുന്ന 10,000-ങ്ങളെ, അവിടെ ഓടിക്കൂടുന്ന ലക്ഷങ്ങളെ കർത്താവ് സംരക്ഷിക്കും. ഒരു മരിച്ചു പോകാൻ ദൈവം വിട്ടുകൊടുക്കില്ല എന്നുള്ള സന്ദേശം മാടവൻ എവിടേക്ക് കൊടുക്കുന്നതാണ് നിങ്ങൾ ഓർത്തുകൊള്ളുവിൻ. അത് പ്രഖ്യാപിക്കാൻ യേശുവിൻ്റെ നാമത്തെ പ്രഖ്യാപിക്കുകയാണ് പ്രിയപ്പെട്ടവരെ. ഇത് മനസ്സിലാക്കാൻ ജനത്തിന് കഴിയുന്നില്ല. കാരണം ജനങ്ങളുടെ വിശ്വാസവും വിശുദ്ധി എന്നേ നഷ്ടപ്പെട്ടു പോയി. പരിശുദ്ധാത്മാവ് ഈ സഭയിൽ നിന്ന് ഇറങ്ങി പറന്നുപോയി. അതുകൊണ്ടാണ് ഓസിയ പ്രവാചകന്റെ പുസ്തകം കർത്താവ് പറയുന്നുണ്ട്, എഫ്രായിമിന്റെ മഹത്വം പക്ഷിയെപ്പോലെ പറന്നെങ്കിലും കത്തോലിക്ക സഭയിൽ പരിശുദ്ധാത്മാവ് പറന്നുപോയി ഇല്ല. അതുകൊണ്ട് ആ കുഞ്ഞിലൂടെ കർത്താവ് പ്രവർത്തിക്കുകയാണ്. ആ കുഞ്ഞിലൂടെ കർത്താവ് പറയാണ്, പരിശുദ്ധാത്മാവ് തിരുവോസ്തിയിലുണ്ട്, നിങ്ങൾ അതിൽ ആഴപ്പെടും. വിശുദ്ധീകരണ പ്രക്രിയ. പാൻറ് ഷർട്ട് ഇട്ടുകൊണ്ടാണ് പള്ളിയിൽ പോകുന്നത്, ചുരിദാർ ഇട്ടുകൊണ്ടാണ് പള്ളിയിൽ പോകുന്നത്, ചിലർ ബർബോഡ ഇട്ടുകൊണ്ട് പള്ളിയിൽ പോകുന്നുണ്ട്. തോന്നുന്ന രീതിയിൽ, തോന്നുന്ന വസ്ത്രം ധരിച്ച്, തോന്നുന്ന പോലെ പള്ളിയിൽ പോകുന്നത്, തോന്നുന്ന കുർബാനകൾ, മുമ്പോട്ടും പുറകോട്ടും തിരിഞ്ഞിട്ടുള്ള കുർബാനകൾ, രാവിലെ മുമ്പോട്ട് വൈകിട്ട് പുറകോട്ട്. ഇതൊക്കെ ഏത് വേഷം കെട്ടാണ് പ്രിയ സഹോദരങ്ങളെ? കർത്താവിൻ്റെ ശിക്ഷ ആസന്നമാണ് എന്നാണ് ഈ സന്ദേശം എന്ന് ഓർത്തിരിക്കാൻ വേണ്ടി നിങ്ങളെ ആഹ്വാനം ചെയ്യുകയാണ്. അതുകൊണ്ട് ഇത് കണ്ടിട്ട് മടങ്ങാനുള്ളല്ല. അവിടെ ജനങ്ങളുടെ ഒഴുക്കാന്നാ പറഞ്ഞത്. ജനങ്ങൾ ഒഴുകി വന്ന് ഇത് കണ്ടിട്ട് പോകണം. പക്ഷേ പ്രിയപ്പെട്ടവരെ, ഒഴുകി വന്ന ജനങ്ങൾ അഴുകി പോകുന്ന അവസ്ഥയിലേക്ക് വരുന്നു. നിങ്ങൾ ഓർത്തോ? ഇത് ശരിക്കും ഒരു കാര്യം ഇവിടെ ഞാൻ പറഞ്ഞുതരാം. ഇതിന് കർത്താവിൻ്റെ ഈ വ്യാഖ്യാന അർത്ഥം വെച്ച് അവിടെ ഒരുങ്ങുന്നില്ല എങ്കിൽ, അവിടെ ഇതിൻ്റെ വിശ്വാസന വിശദീകരണ പ്രക്രിയയിലേക്ക് ആ അച്ഛനോ ആ സഭയോ രൂപതയോ പ്രവേശിക്കുന്നില്ല എങ്കിൽ, അത് തൂത്തുവാരി കർത്താവിൻ്റെ എതിർ സാക്ഷ്യം അവിടെ സംഭവിക്കും. എതിർ സാക്ഷ്യം. മാടവനെ പോയിട്ട് അവിടെ മാടം പോലും ഉണ്ടാവില്ല പ്രിയപ്പെട്ടവരെ. നമ്മുടെ വയനാട് പോലെ ഇരിക്കും. വയനാട് ഉരുൾപൊട്ടൽ പോലെ മുല്ലപ്പെരിയാർ തൂത്ത് കഴുകി വാരിക്കൂട്ടി മാടവനെയും എറണാകുളം അങ്കാലി രൂപതയിലെ ജനങ്ങളെ കൂടെ അറബിക്കടലിൽ കൊണ്ട് തള്ളും. അതുകൊണ്ട് നിങ്ങൾ പറയുകയാണ്, ആ മാടവൻ ഏടെങ്കിലും സംഭവിച്ച പരിശുദ്ധാത്മാവിന്റെ ദൃശ്യരൂപത്തിന്റെ അടയാളം, അതിന് ജ്ഞാനത്തിന്റെ വരത്തിലേക്ക് നിങ്ങൾ വരണം. നിങ്ങളുടെ വേഷ സംവിധാനങ്ങളും നിങ്ങളുടെ അവിടുത്തെ ആ കുംഭസാരത്തിന്റെ അശുദ്ധി മാറ്റിയിട്ട് പരിശുദ്ധി കൊണ്ട് നിറഞ്ഞുള്ള കുംഭസാരവും അത്ഭുതങ്ങളും വചനത്തിൽ ആഴപ്പെടണം. ദൈവത്തിന്റെ വചനത്തിൽ ആഴപ്പെടണം. യഥാർത്ഥ ബലി എന്താണെന്ന് ഇവിടെ അപ്പസ്തോല പ്രവർത്തനം എഴുതി വെച്ചിട്ടുണ്ട്. സജീവമായ ബലി, നിങ്ങളുടെ ശരീരത്തെ സജീവമായ ബലിയെ സമർപ്പിക്കുവിൻ. നിങ്ങളുടെ ശരീരത്തിന് വിശുദ്ധീകരണ പ്രക്രിയ ആരംഭിക്കട്ടെ. അതാണ് കർത്താവ് പറഞ്ഞത്. നിങ്ങളുടെ ശരീരത്തെ വിശുദ്ധവും ദൈവത്തിന് പ്രീതിജനകവുമായ സജീവ ബലിയായി സമർപ്പിക്കുവിൻ എന്ന വചനത്തിലേക്ക് ആഴപ്പെടണം. നിങ്ങളുടെ ശരീരം മലിനമാണ്. ആ കുഞ്ഞിലൂടെ കർത്താവ്, ആ കുഞ്ഞൽപ്പം ഹൃദയവിശുദ്ധി ഉള്ളതാണ്. ആ കുഞ്ഞൽപ്പം പ്രാർത്ഥിക്കുന്ന കുഞ്ഞാണ്, നിഷ്കളങ്ക കുഞ്ഞാണ്. ആഗ്നസ് എന്ന ആ കുഞ്ഞിനെ കർത്താവ് തിരഞ്ഞെടുക്കുകയാണ്. മകളെ, ഇതാ എൻ്റെ സ്നേഹം ഞാൻ നിങ്ങൾക്ക് തരാം, നിങ്ങൾ പരസ്പരം സ്നേഹിക്കുന്നു. ആ കുഞ്ഞിന് ഇതിൻ്റെ സന്ദേശങ്ങൾ വ്യാഖ്യാനിക്കാനുള്ള പരിശുദ്ധാത്മാവിൻ്റെ ഒരു അഭിഷേകം, ഒരു പന്തക്കുസ്ത അനുഭവം ആ കുഞ്ഞിന് നൽകണം. ആ കുഞ്ഞിനെ നല്ല ആരാധന കൊടുത്ത്, നല്ല കുമ്പസാരം കൊടുത്ത്, അതിനെ പരിശുദ്ധാത്മാവുള്ള വ്യക്തി ആ കുഞ്ഞിൻ്റെ ശിരസിൽ കൈവച്ചാൽ ആ കുഞ്ഞിന് സംസാരം, ആ കുഞ്ഞ് പറയുന്നത് എന്തൊക്കെയോ പറയുന്നു, ഭയപ്പെടണ്ടെന്ന് ഇടയ്ക്കിടയ്ക്ക് പറയുന്ന പോലെ ഞാൻ കേൾക്കുന്നുണ്ടെന്ന് പറയുമ്പോൾ അത് മാതാവ് സംരക്ഷിക്കുന്നതാണ്, പരിശുദ്ധാത്മാവാണ്. ആ കുഞ്ഞിന് മകളെ ഭയപ്പെടണ്ട, ഇത് ഉരുളുപെട്ടി വരുന്നുണ്ട്, മാടവനെ സംരക്ഷിക്കും, നീ പ്രാർത്ഥിച്ചാൽ മതി, നീ സംസാരിച്ചാൽ മതി, നീ ജമാലിക്ക് നേതൃത്വം കൊടുത്താൽ മതി, നീ ഇവിടെ ആരാധന നയിച്ചാൽ മതി, നിന്നോട് സംസാരിക്കുന്ന നീ പറ എന്നാ കുഞ്ഞിനോട് പറയുകയാണ്. ഈ സന്ദേശം വ്യാഖ്യാനിക്കാൻ ആർക്കെങ്കിലും കഴിയുന്നുണ്ടോ?
എല്ലാവരും കണ്ടു, ഒഴുകി വന്നു, അഴുകിപ്പോകുന്ന അവസ്ഥയിലേക്ക് മനുഷ്യൻ മാറും. അതുകൊണ്ട് മാടവനെ സംഭവിച്ച അത്ഭുതം കർത്താവിൻ്റെ അത്ഭുതമായിട്ട് മാറണമെങ്കിൽ, ആ മാടവന അഭയസങ്കേതമായിട്ട് മാറണമെങ്കിൽ അവിടെ ഇനി വലിയ ധ്യാനങ്ങളും ആരാധനകളും, കുംഭസാരത്തിൻ്റെ പരിശുദ്ധ കുർബാനയുടെ കുംഭസാരം, ഇപ്പം നടക്കുന്ന കുംഭസാരം അല്ല പ്രിയപ്പെട്ടവരെ. അതൊരു തട്ടിപ്പ് പരിപാടി നടക്കുന്നത്, അതല്ല കുംഭസാരം. കുംഭസാരത്തിന് നിഗൂഢ രഹസ്യങ്ങളുടെ വ്യാഖ്യാനം ഞാൻ പറഞ്ഞതുകൊണ്ട് ജനത്തെ ഒരുക്കാം. പക്ഷേ അതെനിക്ക് പബ്ലിക് പ്ലാറ്റ്ഫോമിൽ കൂടെ പറയാൻ പറ്റില്ല, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. അതത്ര നിഗൂഢമാണ്, അത്ര വിശുദ്ധമാണ്, അത്ര വലിയ പരിപാവനമാണ് കുംഭസാരം എന്ന ആ പരിശുദ്ധ സംവിധാനം. പക്ഷേ അത് അതിൻ്റെതായ രീതിയിൽ മനുഷ്യൻ കുമ്പസാരിക്കുന്നില്ല. അതിൻ്റെതായ ഈ വിശദീകരണ പ്രക്രിയ, ഈ കണ്ട അടയാളത്തിൻ്റെ അത്ഭുതത്തിൻ്റെ അടയാളത്തിൽ ഇടവ രൂപാന്തരപ്പെടുന്നില്ല, അതനുസരിച്ച് ജനത്തെ രൂപപ്പെടുത്തുന്നില്ല. അതിനുള്ള ബോധം അച്ഛന്മാർക്കില്ല, അതിനുള്ള ബോധം സഭയ്ക്കില്ല. അതുകൊണ്ട് സഭ ഒരുക്കില്ല. ഈ കേരളത്തിൽ എത്രയോ അത്ഭുതങ്ങൾ കണ്ടു, എത്രയോ മാതാവിൻ്റെ രൂപത്തിൽ എണ്ണയൊഴുകി, പാലൊഴുകി, തേനൊഴുകി, നെയ്യൊഴുകി. എന്താണ് നെയ്യ്? യേശയ്യാപ്രവചന പുസ്തകത്തിൽ നിങ്ങളുടെ ദുർമേധസ് നിങ്ങളുടെ ശരീരത്തിൻ്റെ പ്രതീകമാണ്. മനുഷ്യ ശരീരത്തിലാണ് കൊഴുപ്പ് അഥവാ നെയ്യുള്ളത്. അപ്പോൾ കർത്താവ് യേശയ്യാപ്രവചന പുസ്തകം പറഞ്ഞത് നിങ്ങളുടെ ശരീരം ദുർമേധസ് നശിച്ച് നിങ്ങളുടെ ശരീരം ഉരുകി തീർന്നു പോകുന്നവർ. ദുർമേധസ്സാണ് മനുഷ്യ ശരീരം എന്ന് പറഞ്ഞാൽ ദുഷിച്ച പ്രവൃത്തിയാണ് ശരീരം കൊണ്ട് ചെയ്യുന്നതാണ് അതിന് അർത്ഥം, ആത്മീയ അർത്ഥം. അതുകൊണ്ട് കർത്താവ് പറയുന്നത് നെയ്യ് മാതാവിൻ്റെ രൂപത്തിൽ കൂടെ ഒഴുകുന്നുണ്ടെങ്കിൽ കാണിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങളുടെ ശരീരം മലിനമാണെന്നാണ്. നിങ്ങളുടെ മേധസ് നിറഞ്ഞ നിങ്ങളുടെ ശരീരം, ആ ശരീരം ഉപയോഗിച്ചുള്ള നിങ്ങളുടെ ശരീര പ്രദർശനം അതാണ് സംഭവിക്കുന്നത്. ഇതിന് ശിക്ഷ ആസന്നമാണ് പ്രിയപ്പെട്ടവരെ. ഇത് ശിക്ഷ ഇസ്രായേലിൻ്റെ, വിദേശ രാജ്യങ്ങളുടെ, ചൈനയുടെ, പാകിസ്ഥാൻ്റെ ഒക്കെ മിസൈൽ കേരളത്തിൽ വന്ന് വീഴും. അതിനുള്ള സംവിധാനങ്ങൾ ഒരുക്കി വെച്ചിട്ടുണ്ട്. അവിടെയും അപസങ്കേതമായി കേരളത്തിൻ്റെ ഏത് ഭാഗത്ത് ആണവ മിസൈലിൽ വന്ന് വീണാലും മാടവന ഇടവകയിൽ ഒരു ആണവ മിസൈലും വീഴുകയില്ല. അവിടെ ഒരു ഉരുൾപൊട്ടൽ ഏൽക്കുകയില്ല. അവിടെ മുല്ലപ്പെരിയാർ പൊട്ടിയാൽ വെള്ളം കയറുകയില്ല. സംരക്ഷിക്കണം. അവിടുത്തെ അച്ഛന് ബോധം ഉണ്ടാവണം. അവിടുത്തെ അച്ഛനും അവിടുത്തെ ഇത് ഏത് രൂപതയാണോ ആ രൂപതയിലെ മെത്രാനും ബോധം ഉണ്ടാവണം. എന്നിട്ട് ബോധം ഉണ്ടായിക്കൊണ്ട് എന്ത് ചെയ്യണം? ഒരുക്കണം. അതിൻ്റെ ഒരുക്കം എങ്ങനെയാണെന്നുള്ളത് ഇന്നത്തെ ഒരുക്കം പോലെ ഒന്നും ഒരുങ്ങിയാലൊന്നും അവിടെ ഒന്നും സംഭവിക്കില്ല. അതിന് പ്രത്യേക ഒരുക്കം വേണം, പ്രത്യേക പ്രാർത്ഥന വേണം, പ്രത്യേക നിയോഗം വേണം, പ്രത്യേക പരിശുദ്ധി കൊണ്ടൊരുക്കണം പ്രിയപ്പെട്ടവരെ. അല്ലെങ്കിൽ ഇതാ ആപത്തേക്ക് തൊട്ടടുത്ത് നമ്മുടെ കേരളത്തിൽ വയനാട്ടിൽ സംഭവിച്ചത് കാണിച്ചു കൊടുത്തിട്ടുണ്ട്. എന്താണ്? അതുകൊണ്ട് കർത്താവ് പറഞ്ഞത് ഇതെല്ലാം അവർക്കൊരു താക്കീതായിട്ടാണ് എഴുതിയത്. ഇതെല്ലാം നിങ്ങൾക്കൊരു മുന്നറിയിപ്പായിട്ട് എന്നൊരു പാഠമാകേണ്ടതിന് നിങ്ങളെ ഒരുക്കുന്ന കർത്താവ് പറയണം. അതുകൊണ്ട് ഈ സന്ദേശങ്ങളെ വ്യാഖ്യാനിച്ചെടുക്കണമെങ്കിൽ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. ഈ സന്ദേശങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ഒരു സ്റ്റെപ്പ് 2 സ്റ്റെപ്പ് മുന്നോട്ട് കയറുവാണെങ്കിൽ പ്രിയപ്പെട്ടവരെ, ഈ ക്ലാസ് കേൾക്കുന്ന നിങ്ങൾക്ക് ആരെങ്കിലും മാടവനെ എവിടെയെങ്കിലും അച്ഛൻ്റെ ഫോൺ നമ്പർ ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് അയച്ചത് ഞാൻ അച്ഛന് പറഞ്ഞു കൊടുത്ത് മാടവനെ ഒരുക്കാം. അത് ഒരു അഭയസംഗീതമായിട്ട് കർത്താവ് മാറ്റാൻ ആഗ്രഹിക്കുന്നുണ്ടെന്ന് പരിശുദ്ധാത്മാവ് എനിക്ക് വെളിപ്പെടുത്തി തരുന്നുണ്ട്. അത് അവർക്ക് വെളിപ്പെട്ട് കിട്ടിയിട്ടില്ല, അവർക്കത് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. അപ്പോൾ അവരോട് സംസാരിച്ച് അവിടുത്തെ ചില കാര്യങ്ങൾ ക്രമീകരിക്കേണ്ടതുണ്ട്. അതിന് പറഞ്ഞ് ഞാൻ അച്ഛനെ പറഞ്ഞു കൊടുത്ത് ഒരുക്കാൻ പ്രിയപ്പെട്ടവരെ. അവിടെ മുല്ലപ്പെരിയാറിൻ്റെ പൊട്ടുന്നതിന് മുമ്പ് അവിടെ 10,000 കൂടിയിരുന്ന് പ്രാർത്ഥിച്ചാൽ മുല്ലപ്പെരിയാറിൻ്റെ പൊട്ടലെ 2 സൈഡുകൾ കടന്നു പോകും. മാടവനെ ഇടവക ഉയർന്നു നിൽക്കും. ദൈവത്തിൻ്റെ മഹത്വം നിറഞ്ഞ സ്ഥലത്തെ ദൈവം നശിപ്പിക്കുകയില്ല. എന്നാൽ അതവിടെ സംഭവിക്കുന്നില്ലെങ്കിൽ വയനാട്ടിൽ ഉരുളപൊട്ടൽ പോലെ തൂത്തുവാരി എടുത്തുകൊണ്ട് പോകും. കാരണം കർത്താവിൻ്റെ രക്ഷയുടെ കൂടെ തന്നെ അതിന് ശിക്ഷയുമുണ്ട്. അതുകൊണ്ടാണ് റോമർ 1:20 കർത്താവ് എന്നാ പറഞ്ഞേ? ദൈവത്തിൻ്റെ ക്രോധം ആകാശിൻ്റെ അതിർത്തികളിൽ നിന്ന് പ്രത്യക്ഷപ്പെടുന്നു മിസൈലുകളായിട്ട്. അതിനാൽ അതിൻ്റെ സന്ദേശം ഇതാണ് പ്രിയ സഹോദരങ്ങളെ. ഇത് ഗ്രഹിക്കാൻ പറ്റാതെ സഭ നിന്ന് വിങ്ങിപ്പൊട്ടുവാണ്. എന്താണ് സന്ദേശം? ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് അറിയത്തില്ല. ഒഴുകി വരുന്ന ജനങ്ങൾ ഒഴുകി കണ്ടിട്ട് പോകുന്നു. വല്ല കാര്യമുണ്ടോ? അവിടെ ഒരു ധ്യാന സെൻ്ററായിട്ട് രൂപാന്തരപ്പെടണം. അവിടെ വലിയ കൗൺസിലിംഗ് സെൻ്ററുകൾ തുറക്കണം. അവിടെ വലിയ കുംഭസാരശാലകൾ ഉയരണം. അവിടെ വലിയ ദിവ്യകാരുണ്യ ആരാധന നടക്കണം. ദിവ്യകാരുണ്യത്തെ എഴുന്നള്ളിച്ച് വെച്ച് ചുറ്റും ആയിരക്കണക്കിന് മെഴുതിരി കത്തിച്ച് വെച്ച് ധൂമക്കുറ്റി കൊണ്ട് കുന്തിരിക്ക മാറ്റി പൂമാലകളിട്ട് വലിയ ദിവ്യകാരുണ്യ ആരാധന മാടവന ഇടവകയിൽ സംഭവിക്കാൻ വേണ്ടി കർത്താവ് ആഗ്രഹിക്കുന്നു. യേശു ക്രിസ്തുവിനെ ദൈവമായിട്ട് അംഗീകരിക്കുന്നുണ്ടെങ്കിൽ വലിയ ആരാധന അവിടെ രൂപാന്തരപ്പെടേണ്ടതുണ്ട്. അതിനു വേണ്ടിയിട്ടാണ് കർത്താവ് അങ്ങനെ ആരാധിക്കാൻ വരുന്ന 10,000 അവിടെ ഇരിക്കുന്ന സമയത്തായിരിക്കും മുല്ലപ്പെരിയാർ പൊട്ടുന്നത്. പക്ഷേ മുല്ലപ്പെരിയാർ അതിൻ്റെ വഴിക്ക് പോകും. അവിടെ ഒരു തുള്ളി പോലും വെള്ളം കയറിയുള്ള സംരക്ഷണ കോട്ടയായിട്ട് ഒരുക്കും. ഇതാണ് സന്ദേശം. അതിനു വേണ്ടിയിട്ടാണ് കർത്താവ് അത്ഭുതം പ്രവർത്തിക്കുന്നത്. ഇത് കേരളത്തിൻ്റെ വിവിധ ഭാഗത്തിൽ മാതാവിൻ്റെ രൂപത്തിൽ നിന്ന് വരുന്ന എണ്ണ, നെയ്യ്, തേന്, പാല് ഇതെല്ലാം ഉണ്ടാക്കുന്നുണ്ട്, കാണുന്നുണ്ട്. പക്ഷേ ഒരു ജനത്തിനും ബോധമില്ല. ഒരച്ഛന്മാരിത് പറഞ്ഞു കൊടുക്കുന്നില്ല. ഓരോരുക്കവും നടക്കുന്നില്ല. ഇതിൻ്റെ പരീക്ഷണം നടത്താൻ വേണ്ടി മെത്രാന്മാർ വന്ന് ഇതെടുത്തു കൊണ്ടുപോയിട്ട് പരീക്ഷണശാലയ്ക്ക് കൊടുക്കണം. ഇത് രക്തമാണോ എന്ന് നോക്കിക്കേ, ശരിയാണോ എന്ന് അറിയട്ടെ എന്ന്.
എവിടെയാ മെത്രാന്മാരെ നിങ്ങളുടെ വിശ്വാസം? അതാ ചോദിക്കും, നിങ്ങളുടെ വിശുദ്ധീകരണ പ്രക്രിയ എവിടെ നിങ്ങൾക്ക് ജ്ഞാനത്തിൻ്റെ വരം? ഇനി ഇന്ന് പറഞ്ഞു കൊടുക്കാം, ഇത് പറഞ്ഞു കൊടുക്കാം, ഞാനൊന്ന് പറഞ്ഞു കൊടുക്കാം അച്ഛാ എന്ന് പറഞ്ഞ് കഴിഞ്ഞ ദിവസം ഒരച്ഛനെ വിളിച്ചു. ഇതൊന്ന് പറഞ്ഞു കൊടുത്ത് ജനത്തെ ഒരുക്കാം അച്ഛാന്ന് പറഞ്ഞു. പറ്റില്ല, സമ്മതിക്കാല. അതൊന്നും നീയൊന്നും പറയണ്ട മരപ്പെട്ടി പൊട്ട, നിനക്കെന്നെ ബോധമുണ്ട്, ഇവിടെ തിയോളജി പഠിച്ച ഞങ്ങളുണ്ട്. പക്ഷേ എവിടെയാ കാര്യങ്ങൾ പോകുന്നത് നോക്കിക്കോ. വരാൻ പോകുന്ന അനുഭവം അതിഭയാനകമായിരിക്കും വരാനിരിക്കുന്ന സംഭവങ്ങൾ. അതിൻ്റെ മുന്നൊരുക്കങ്ങളാണ് പ്രിയപ്പെട്ടവരെ. വിശുദ്ധിയുടെ തലങ്ങളിലേക്ക് നിങ്ങൾ ഉയർത്തപ്പെട്ടില്ലെങ്കിൽ കർത്താവ് ശിക്ഷിക്കും, നശിപ്പിക്കും. അതിൻ്റെ സന്ദേശങ്ങൾ നിങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ഈ വീഡിയോ നിങ്ങൾ കാണുമ്പോൾ 10,000ങ്ങളിലേക്ക് അയച്ചു കൊടുക്കുക. നിങ്ങൾക്ക് പരിചയമുള്ള ഏതെങ്കിലും അച്ഛന്മാരുണ്ടെങ്കിൽ അങ്ങോട്ട് അയച്ചു കൊടുക്കുക. ഏതെങ്കിലും മെത്രാന്മാരുടെ അഡ്രസ്സ് ഉണ്ടെങ്കിൽ അങ്ങോട്ട് അയച്ചു കൊടുക്കുക. മാടവൻ ഇടവകയിൽ അച്ഛൻ അറിയാമെങ്കിൽ അച്ഛൻ്റെ നമ്പർ ഉണ്ടെങ്കിൽ അങ്ങോട്ട് അയച്ചു കൊടുക്കുക. ആ മാടവൻ ഇടവകയെ വലിയ ധ്യാന സെൻ്ററാക്കി മാറ്റിക്കൊണ്ട് പരിശുദ്ധാത്മാവിൻ്റെ ആലയമാക്കി മാറ്റിക്കൊണ്ടുള്ള പ്രവൃത്തി നടക്കട്ടെ. അതിനെ കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.